ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൽ കുറച്ച് നാളായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൽ നല്ല ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി മുതൽ അങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നതായിരിക്കില്ല. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ടെക് അപ്ഡേറ്റ്സും അതുപോലെ തന്നെ PC ബിൽഡ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 85,000 രൂപയുടെ ബഡ്ജറ്റിൽ ഒരു അടിപൊളി PC ബിൽഡാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ തന്നെ ഞാൻ മോണിറ്റർ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് ഈ ഒരു PC ബിൽഡിന് യൂസ് ചെയ്യാൻ പോകുന്ന പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ആദ്യം തന്നെ ഈ ഒരു PC ബിൽഡിന് യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊസസ്സർ എന്ന് പറയുന്ന ഇൻ്റലിൻ്റെ 12th ജനറേഷൻ പ്രൊസസ്സറാണ്. ഇൻ്റലിൻ്റെ i5-12400F എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ്. ഇതിനകത്ത് 6 കോറും 12 ത്രെഡുമാണ് വരുന്നത്. ഈ ഒരു പ്രൊസസ്സറിൻ്റെ ബേസ് ഫ്രീക്വൻസി വരുന്നത് 2.50 GHz, ടെർബോ വരുന്നത് 4.40 GHz ആണ്. അപ്പോൾ ഇൻ്റലിൻ്റെ 12th ജനറേഷൻ പ്രൊസസ്സറിന് കുറച്ച് പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്കിവിടെ DDR4 സപ്പോർട്ടും വരുന്നുണ്ട്, അതുപോലെ തന്നെ DDR5 സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 ചോയ്സിൽ ഈ ഒരു PC ബിൽഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ DDR5 പോവുകയാണെങ്കിൽ നമ്മൾ DDR5 റാമും ചൂസ് ചെയ്യണം, അതുപോലെ തന്നെ DDR5 സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡും ചൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ല രീതിക്കുള്ള പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസ് ഡിഫറൻസിൽ അനുസരിച്ചുള്ള പെർഫോമൻസ് നമുക്കിവിടെ കിട്ടുന്നതായിരിക്കില്ല. ചെറിയ രീതിയിലുള്ള പെർഫോമൻസ് അപ്ഗ്രേഡ് മാത്രമേ നമുക്കിവിടെ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടും DDR4 വെച്ച് ബിൽഡ് ചെയ്യുന്നതായിരിക്കും ബഡ്ജറ്റും അതുപോലെ തന്നെ വാല്യൂ ഫോർ മണി എന്ന് ഞാൻ പറയത്തുള്ളൂ. സോ അടുത്ത് നമ്മളിവിടെ ചൂസ് ചെയ്യാൻ പോകുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് Gigabyteൻ്റെ B660M DS3H Wi-Fi AX മദർ ബോർഡാണ്. ഇത് DDR4 സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡാണ്. അപ്പോൾ ഇതിനകത്ത് ഇൻബിൽഡ് വൈഫൈ വരുന്നുണ്ട്, Wi-Fi 6 ആണ് വരുന്നത്. അതുപോലെ തന്നെ 4 റാം സ്ലോട്ട് വരുന്നുണ്ട്. പിന്നെ നോർമലി Gigabyteൻ്റെ മദർ ബോർഡിലൊക്കെ പറയുന്ന പോലെ തന്നെ RGB ഫ്യൂഷൻ വരുന്നുണ്ട്. നമുക്ക് RGB കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. LED ഫാൻസ് അതുപോലെ തന്നെ ക്യാബിനറ്റിൻ്റെ RGB ഒക്കെ ഇത് ത്രൂ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മദർ ബോർഡിൽ മറ്റൊരു പ്രത്യേകത വെച്ചാൽ നമുക്ക് ഡുവൽ M.2 SSD സ്ലോട്ട് കൂടി കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അടുത്ത് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന റാം എന്ന് പറയുന്നത് ADD XPG Gamixൻ്റെ 3200 MHz റാമാണ്. അപ്പോൾ 8 GB 2 സ്റ്റിക്ക് റാമാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ അടുത്തിവിടെ സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്ന WD SN570 എന്ന് പറയുന്ന 512 GB NVMe ആണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് 3300 1200 MB ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഫാസ്റ്റായ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡുള്ള ഒരു NVMe തന്നെയാണ്. സോ അടുത്തിവിടെ പവർ സപ്ലൈ യൂസ് ചെയ്യാൻ പോകുന്നത് 550 വാട്ടിൻ്റെ 80+ പവർ സപ്ലൈ ആണ്. ആൻടെക് ആറ്റത്തിൻ്റെ പവർ സപ്ലൈ ആണ്. അപ്പോൾ ഈ ഒരു ബിൽഡിന് സഫീഷ്യൻ്റ് ആയ ഒരു പവർ സപ്ലൈ ആണ്. 550 വാട്ട് ധാരാളമാണ്. അടുത്ത ഇവിടെ PC കേസ് നമുക്ക് 3000 രൂപയ്ക്ക് താഴെയുള്ള ഏതെങ്കിലും ഒരു ക്യാബിനറ്റ് ചൂസ് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീ ബഡ്ജറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 3000 രൂപയുടെ താഴെയിൽ വരുന്ന ഒരു കേസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ 4000-4500 രൂപയിൽ ആ ഒരു ബഡ്ജറ്റിലൊക്കെ വരുന്ന നിങ്ങൾക്ക് ഒരു കേസ് ചൂസ് ചെയ്യാം. പക്ഷേ ബഡ്ജറ്റ് കുറച്ച് കൂടുന്നതായിരിക്കും. 3000-ന് അണ്ടർ നോക്കുന്നതായിരിക്കും നല്ലത് ഈ ഒരു 85Kയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. PC ക്യാബിനറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് വൈറ്റോ ബ്ലാക്കോ അനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക. സോ ഫൈനലി ഈ ഒരു PC ബിൽഡിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ട മെയിൻ കാര്യം ആണ് ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത്. കാര്യം ഗ്രാഫിക്സ് കാർഡ് വളരെയധികം ഓവർ പ്രൈസ്ഡ് ആണ്. സോ നമ്മളിവിടെ 2 ഓപ്ഷൻസ് ആണ് പറയുന്നത്. 1650 DDR6 4GB ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ RTX 3050 ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. 8GB DDR6 ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഓപ്ഷനിൽ RTX 3050 ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഒരു 32 തൊട്ട് 35 ആ ഒരു ബഡ്ജറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡ് കിട്ടുന്നതായിരിക്കും. RTX 3050 8GB ഗ്രാഫിക്സ് കാർഡ്. അപ്പോൾ ഏകദേശം ഒരു 86-87 വരെ നമ്മളെ ബഡ്ജറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം RTX 3050 കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് 1650 എടുക്കാം. എന്നിട്ട് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ RTX 3060 പോകാം. പക്ഷേ ഈ ഒരു ബിൽഡിൽ ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന RTX 3050 ഗ്രാഫിക്സ് കാർഡാണ്. 8GB DDR6 ഗ്രാഫിക്സ് കാർഡാണ്. സോ ഫൈനലി ഈ ഒരു PC ബിൽഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്ന മോണിറ്റർ എന്ന് പറയുന്നത് AOCയുടെ ഒരു സാധാരണ മോണിറ്ററാണ്, ഗെയിമിംഗ് മോണിറ്റർ അല്ല. ഈ ഒരു ബഡ്ജറ്റ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു സാധാരണ മോണിറ്ററാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. AOCയുടെ A24B2XH എന്ന് പറയുന്ന 1080p ഫുൾ HD IPS പാനലുള്ള മോണിറ്ററാണ്. 75 Hz ആണ് ഇതിൻ്റെ റീഫ്രഷ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ 8 millisecond ആണ് ഇതിൻ്റെ റെസ്പോൺസ് റേറ്റ് വരുന്നത്. അപ്പോൾ എഡിറ്റിങ്ങിന് ഏറ്റവും ബെസ്റ്റ് IPS പാനൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു മോണിറ്റർ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതൊരു 24 ഇഞ്ചിൻ്റെ മോണിറ്ററാണ്. അപ്പോൾ റീഫ്രഷ് റേറ്റ് നമുക്ക് 75 Hz മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കോംപ്രമൈസ് നമ്മളിവിടെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക്